നമുക്കെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള വളരെ ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണല്ലേ റോസ്. നമ്മളെല്ലാവരും റോസ് നട്ടിട്ടുണ്ടാവും, പക്ഷെ പലപ്പോഴും റോസ് പിടിക്കാറില്ല അല്ലേ. അപ്പോൾ അങ്ങനെ പിടിക്കാത്തതിന് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കാണ് കേട്ടോ കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് റോസ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബൊഗെയ്ൻവില്ലാസ് പോലെ വളരെ എളുപ്പത്തിൽ പിടിക്കുന്ന ഒന്നല്ല റോസ്, എങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ ദാ ഇവിടെ റോസ് നടാൻ പോവുകയാണ്. നാടൻ റോസാണ് ഞാൻ നടാൻ പോകുന്നത്. അപ്പം അതിനായിട്ടുള്ള മണ്ണൊക്കെയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. സാധാ മണ്ണെടുത്തിട്ടുണ്ട്, കൂടെ ബയോബിനിലെ വളം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെർമി കമ്പോസ്റ്റ് കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ട് എങ്ങനെയാണ് നമ്മുടെ റോസിന്റെ കമ്പ് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം തന്നെ മണ്ണാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. മണ്ണൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കൂട്ടത്തിലെ ബയോബിനിലെ വളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെർമി കമ്പോസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കൂടുതൽ ചേർക്കുന്നത് നമ്മുടെ സാധാ മണ്ണ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം, അതായത് കട്ട പിടിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്, ലൂസായിരിക്കണം നമ്മളുടെ മണ്ണ്. അപ്പോൾ റോസ് നടുമ്പോൾ ആദ്യം ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞുതരാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പിലായിരിക്കും ആദ്യത്തെ മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ എടുക്കുന്നത് പലപ്പോഴും അധികം ഹാർഡ് അല്ലാത്ത അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള കൊമ്പായിരിക്കും എടുക്കുന്നത്. റോസിനൊരിക്കലും അങ്ങനെ എടുക്കരുത്, കാരണം ഇങ്ങനെയുള്ള കമ്പിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നട്ടുവെച്ചാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ളതും, അതായത് മൂത്ത കമ്പും നമ്മൾ എടുക്കാൻ പാടില്ല. ഏകദേശം മിഡിലിൽ നിൽക്കുന്ന ഒരു കമ്പാണ് നമ്മൾ റോസ് നടാൻ വേണ്ടി എടുക്കേണ്ടത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ നട്ടു കൊടുക്കുന്നതിലാണ്. ഏകദേശം ഒരു 2 മുതൽ 3 ഇഞ്ച് വരെ ആഴത്തിൽ മാത്രം നമ്മൾ റോസിന്റെ കമ്പ് നട്ടുകൊടുത്താൽ മതി. വളരെ അങ്ങോട്ട് താഴത്തേക്ക് താഴ്ത്തി നമ്മൾ നട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. അതാ മണ്ണ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പോട്ടിലായിട്ടാണ് നമ്മൾ നടാൻ പോകുന്നത്, കാരണം നമ്മൾക്ക് 2 നാടൻ റോസാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് നാടൻ പനിനീർ റോസ് ഉണ്ടല്ലോ, പിങ്ക്, അത് കൂടാണ്ട് നല്ലൊരു റെഡ് കളർ പോലെയുള്ളതുണ്ടല്ലോ, അങ്ങനെ 2 കളറാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടും പിടിക്കാൻ നല്ല പാടാണ് കേട്ടോ. അപ്പം ഞാൻ ദാ ഇന്നലെ കിട്ടിയതാണേ, അതുകൊണ്ട് തന്നെ ദാ ഇതേപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റോസ് പോലെയുള്ള ചെടികൾ നമുക്ക് പെട്ടെന്ന് നടാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി, പിറ്റേന്ന് നട്ടുകൊടുക്കുകയും ചെയ്യാം. അതേപോലെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഇലകളൊന്ന് കട്ട് ചെയ്ത് കളയുക എന്നുള്ളത്. എല്ലാ ഇലകൾ കളഞ്ഞില്ലെങ്കിലും അത്യാവശ്യമുള്ള ഇലകൾ കളയണം. മേളിലത്തെ 2-3 ഇലകളൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പം ഞാൻ ദാ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയട്ടെ. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താന്ന് പറയാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ നട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനെ വെയിലത്ത് കൊണ്ടുപോയി വെക്കുന്നതാണ്. അതത്ര നല്ലതല്ല റോസിന്. സൂര്യൻ്റെ ബ്രൈറ്റ് ലൈറ്റ് താങ്ങാനുള്ള കഴിവ് ഈ ഒരു കമ്പുകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു 10-15 ദിവസമെങ്കിലും നമ്മളൊരു ഷെയ്ഡിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ലെന്നുള്ളൂ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വേണം. അതേസമയം ഞാൻ ബൊഗെയ്ൻവില്ലാസ് ഒക്കെ വെയിലത്ത് തന്നെ വെച്ചിട്ട് നല്ലപോലെ കിളിർത്തും വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബൊഗെയ്ൻവില്ലാസ് എല്ലാം തന്നെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടാറുണ്ട്. റോസാണ് എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് വരുന്നത്. എങ്കിലും ഒരു 3 കൊമ്പ് നടുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും പിടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യമുള്ള ഇലകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ കൊമ്പുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയതിന് ശേഷം നട്ടുകൊടുക്കാം. അല്ലാണ്ട് നട്ടുകൊടുത്തിട്ടും പിടിച്ചിട്ടുണ്ട്. റൂട്ടിംഗ് ഹോർമോണിൽ നട്ടുകൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവാണ്. ഞാനിവിടെ അലോവേറയാണ് കേട്ടോ എടുക്കുന്നത്. അലോവേറയുടെ ജെല്ലാണ് എടുക്കുന്നത്.
ഇതാ കണ്ടോ, അലോവേറ ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ഓരോ കമ്പും ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നടുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ട് ഇറക്കി വെക്കരുത്. ഒരു കുഴി എടുത്തതിന് ശേഷം അതങ്ങോട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അടുത്തൊരു മിസ്റ്റേക്കാണ് നട്ട് കൊടുത്ത ചെടിക്ക് ഡെയിലി വെള്ളമൊഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഡെയിലി വെള്ളമൊഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ മണ്ണ് ഡ്രൈ ആയി പോകരുത്. അങ്ങനെ ഞാൻ എന്താ ഓരോന്നും അലോവേറയിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത മിസ്റ്റേക്ക് എന്താന്ന് പറയാം. റോസ് ചെടിക്ക് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന പോട്ടാവരുത് നമ്മൾ നട്ടു കൊടുക്കുന്നത്. അതിൻ്റെ വെള്ളം തീർച്ചയായിട്ടും പുറത്തേക്ക് പോകണം കേട്ടോ. മറ്റുള്ള ചെടികളെ പോലെയല്ല, റോസ് എളുപ്പത്തിൽ നശിച്ചു പോകുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചാൽ ഉടനെ തന്നെ അത് വാർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ നമ്മളുടെ ചെടി ഓക്സിജൻ കിട്ടാണ്ട് അതിൻ്റെ വേരുകൾ മുഴുവനായിട്ട് തന്നെ നശിച്ചു പോകും. പതുക്കെ പതുക്കെ അതിൽ ഫംഗസ് ഒക്കെ വരാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മളുടെ തണ്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ അത് നല്ല ബ്രൗൺ കളറായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് റോസ് ചെടികൾ നടുമ്പോൾ, റോസിൻ്റെ കമ്പുകൾ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഞാൻ എന്താ ഓരോന്നും ഇതേപോലെ നട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മണ്ണ് സെറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ 2 സൈസ് റോസ് ആണുള്ളതെന്ന്. അപ്പം ആദ്യം നമ്മൾ നട്ടുകൊടുത്തത് പിങ്ക് പനിനീർ റോസാണ് കേട്ടോ. ഒരുപാട് എതളുകളൊക്കെ ആയിട്ട് വരുന്നത്, അതാണ് ആദ്യം നട്ടുകൊടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ തന്നെ റെഡാണ് നട്ടുകൊടുക്കാനുള്ളത്. അപ്പം ദാ പോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഓൾറെഡി മിക്സ് ആക്കി ഇട്ടിരിക്കുകയാണ്, അതങ്ങോട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ റോസിൻ്റെ കമ്പ് മുറിക്കുന്ന ആ ഒരു സമയം. രാവിലെയോ വൈകുന്നേരമോ മാത്രമേ റോസിൻ്റെ കമ്പ് മുറിക്കാൻ പാടുള്ളൂ. അതുപോലെ നട്ടുകൊടുക്കുന്നതും ഞാൻ ദാ വൈകുന്നേരമാണ് കേട്ടോ ഇത് നട്ടുകൊടുക്കുന്നത്. നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും ഇതൊക്കെ ചെടി പിടിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ദാ ഇതിൻ്റെയും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് തന്നെ നട്ടു കൊടുക്കാം. അത്യാവശ്യം വളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അഡീഷണൽ വളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മണലൊക്കെ ഉണ്ടെന്നാണെങ്കിൽ വളരെ നല്ലതാണ്. വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലപോലെ ലൂസാക്കോട്ടോ നമ്മളുടെ മണ്ണിനെ. ഇതിപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുള്ള മണ്ണാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ റോസസിൻ്റെയും ഇലകൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അതിനുശേഷം അതും കൂടി ഒന്ന് നട്ടുകൊടുക്കാം. അപ്പോൾ അടുത്തിരിക്കുന്ന 2 ചെടികൾ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ്. നാടൻ റോസ് അല്ല കേട്ടോ. അപ്പോൾ ഈ റോസും നമ്മൾ ചട്ടിയിൽ നിന്നും മാറ്റി നടണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടിയും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മുരടിച്ചു പോകും. നമുക്കറിയാലോ, നഴ്സറിയിൽ നിന്ന് നമ്മൾക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന മണ്ണെന്ന് പറയുന്നത് ചെളി നിറഞ്ഞ മണ്ണാണ്. ആ ചെളി നിറഞ്ഞ മണ്ണിൽ ഒരു പരിധിയിൽ കൂടുതൽ റോസ് നിലനിൽക്കില്ല. അപ്പോൾ റോസ് തീർച്ചയായിട്ടും നമ്മൾ മണ്ണ് മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ വളവും കറക്റ്റ് ടൈമിൽ പ്രൂണിങ്ങും ചെയ്യേണ്ട ഒന്നാണ് റോസ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതേ ഉള്ളൂ. നിറച്ച് പൂവും മൊട്ടൊക്കെയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് വിരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഇത് റീപോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ വീഡിയോയും കൂടി കാണിക്കാം. അപ്പോൾ ദാ നടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തേക്കട്ടെ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഷെയ്ഡിലേക്കാണ് വെക്കുന്നത്. ഏകദേശം ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേഷൻസ് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ.
വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.